ഹായ്, നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ജ്യൂസ് ഒരു സ്പെഷ്യൽ ജ്യൂസാണ്. കാരണം ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് കിട്ടാത്തതും നമുക്കിത് കാണുമ്പോൾ, പ്രത്യേകിച്ച് എനിക്കിത് കാണുമ്പോൾ നമ്മുടെ പഴയ കാലങ്ങളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാധനം വെച്ചിട്ടുള്ള ജ്യൂസാണ്. നമുക്കത് എന്താണെന്ന് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലെ സുലഭമായിട്ട് കിട്ടിയിരുന്ന സാധനമാണ്. നമ്മുടെ അയ്യത്തൊക്കെ ഒരുപാട് കള പോലെ വളർന്നിരുന്ന സാധനമാണ് ഈ നെയ്ക്കുമ്പളങ്ങ. ഇപ്പോഴ് നമ്മുടെ ഇവിടെ ഒന്നും കിട്ടാനില്ല. ഇതൊരു കടകളിലൊക്കെ പോയാൽ അവിടെ ഇല്ല. ഇതിന്റെ വേറൊരു ടൈപ്പ് സാധനം ഇപ്പൊ അവിടെ കിട്ടുന്നുണ്ട്, തടിയങ്ക. അത് വാങ്ങിച്ചിട്ടും ഇതുപോലെ ആൾക്കാർ ജ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രോപ്പർ സാധനം ഇതാണ്. നമുക്ക് തിരിച്ചറിയാൻ പറ്റാന്ന് വെച്ചാൽ ഇതിന്റെ പുറത്ത് കണ്ടോ, ഞാനിത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. വന്ന വഴിക്കൊക്കെ പോയി കണ്ടോ, ചെറിയൊരു പൊടി പോലെ കാണാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഒരു തിരിച്ചറിയാൻ പറ്റുക. പിന്നെ ഇത് ചെറുതായിരിക്കും, മറ്റത് ഇച്ചിരി കൂടി വലുതായിരിക്കും. അപ്പൊ നമുക്കിത് കട്ട് ചെയ്യാമേ. നല്ല വിളഞ്ഞ നെയ്ക്കുമ്പളങ്ങയാണ്, അതുകൊണ്ട് നല്ല ഇങ്ങനെ ഇരിക്കും സാധനം. ഇനി നമുക്കിതിനെ ഒന്ന് തൊലി ചെത്തിയെടുക്കാം. എന്റെ തൊലി നല്ല ഹാർഡാണേ. ഞാനിതിന്റെ തൊലിയെല്ലാം ചെത്തി എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ ഒന്നിന്റെ പകുതി എടുത്തു. നമുക്ക് 2 പേർക്കാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ ഈ ഒരു കുമ്പളങ്ങയുടെ പകുതി മതിയാവും. ഇനി നമുക്ക് ഇതിന്റെ അകത്തുള്ള വിത്ത് എടുത്ത് മാറ്റണം. ഇത് കറി വെക്കാനും ഉപയോഗിക്കാവേ. പണ്ട് ഈ അമ്മൂമ്മമാരും നമ്മളൊക്കെ വീട്ടിൽ ഇത് ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോഴ് എല്ലാ കറിയും നമ്മൾ ഈ പുളിശ്ശേരിയൊക്കെ വെക്കൂലേ, അതിന് ഓലൻ വെക്കാൻ ഇതിനൊക്കെ ഇത് എടുക്കുമായിരുന്നു. അപ്പോഴൊന്നും ഇതിന്റെ വില അറിയത്തില്ലായിരുന്നു. ഇപ്പൊ ഇത് കിട്ടാനും ഇല്ല. ഇപ്പോഴത്തുള്ള എല്ലാ അസുഖങ്ങൾക്കും കൂടുതലും നമ്മളെ ഈ ഷുഗർ പേഷ്യൻസ് ഇപ്പൊ ഒരുപാടുണ്ടല്ലോ, അവർക്കൊക്കെ ഇത് ബെസ്റ്റ് സാധനം എന്നാ പറയുന്നത്. ജ്യൂസിനായിട്ട് ഇതിനെ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാവേ. ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. കുമ്പളങ്ങ ഇത്ര ഔഷധ ഗുണമുള്ള സാധനം ആയതുകൊണ്ട് നമ്മൾ അതിന്റെ കൂടെ എടുക്കുന്ന സാധനവും അതേപോലെ തന്നെ ഔഷധ ഗുണമുള്ളതാണ് നമ്മുടെ നെല്ലിക്ക. നമുക്ക് ഇത് കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഇടാം. പിന്നെ നെല്ലിക്ക കൂടാതെ ഞാൻ കുറച്ച് ഇഞ്ചി കൂടി എടുത്തിട്ടുണ്ട്, ഒരു 1/2 കഷ്ണം ഇഞ്ചി കേട്ടോ. അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കുമ്പളങ്ങയും ബാക്കി കൂട്ടുകളും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇടാവേ. കുമ്പളങ്ങ, നെല്ലിക്ക, നമ്മുടെ ഇഞ്ചി. ഇതിൽ ഞാനൊരു 2 നുള്ള് ജീരകം കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ചെറുജീരകം ഉണ്ടല്ലോ, കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന, അതുകൂടി ചേർക്കുന്നുണ്ട്. ഇതുകൂടി ഇടുമ്പോഴാണ് ഇതിന്റെ കറക്റ്റ് ഒരു ആ ജ്യൂസിന് പഴയ ഒരു ടേസ്റ്റ് കിട്ടുക. ഇനി വെള്ളം കൂടി ചേർക്കണം ആവശ്യത്തിന്. നമുക്ക് ഈ ജ്യൂസ് അരിച്ച് വേണം യൂസ് ആക്കാൻ, കാരണം ഇത് ഒരുപാട് ഇതിന്റെ പേസ്റ്റ് വരും. ഈ കുമ്പളങ്ങയില് നാര് കൂടുതലാണ്. അപ്പോൾ നമുക്കിത് ഗ്ലാസ്സിലേക്ക് നമ്മുടെ ജ്യൂസ് എടുക്കാം. അതിന് മുന്നേ ഞാൻ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ചേർക്കുന്നുണ്ട്. സാധാരണ ഇത് ഐസ് ക്യൂബ് ചേർക്കാറില്ല. ഞാൻ ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല ചൂടായതുകൊണ്ട് മാത്രമാണ് ചേർക്കുന്നത്. പിന്നെ ടേസ്റ്റിന് വേണ്ടി മാത്രം ഞങ്ങളെ വീട്ടിലതാണ്, ഇത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഹണിയാണ്, അതൊരു സ്പൂൺ കൂടി ചേർക്കുന്നുണ്ട്. അതും ഓപ്ഷണലാണ്. താല്പര്യം ഇല്ലാത്തവർക്ക്, ഈ ഷുഗർ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് യൂസ് ആക്കണ്ട. നമ്മുടെ പ്ലെയിൻ ആയിട്ട് ഇത് അടിച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി. ഓക്കെ, നമുക്ക് നമ്മുടെ ജ്യൂസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് പൊതുവേ ഒരു പ്ലെയിൻ ടേസ്റ്റ് ആണ്, എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്ക് പക്ഷേ ഇത് നല്ലതാണ്, നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലൊരു ജ്യൂസാണ്. അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാവേ. തേനൂടി ചേർത്തത് കൊണ്ട് ഒരു ചെറിയ മധുരവും കൂടി ഉള്ളത് കൊണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പൊതുവെ ഒരു നെല്ലിക്കയുടെ പുളിപ്പും, മറ്റത് പ്ലെയിൻ ആണ്, പ്ലെയിൻ ടേസ്റ്റ് ആണ്. പക്ഷെ കൊള്ളാം, നല്ലതാ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി വെക്കും.